കൃഷിഭവൻ ഒരു പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഒന്നാണ് ഉണ്ടാവുക. ആ കൃഷിഭവനിൽ നമ്മൾ സാധാരണ നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ വകുപ്പ് തല പദ്ധതികളുണ്ട്, അതേപോലെ തന്നെ ജനകീയാസൂത്രണ പദ്ധതികൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓരോ വർഷവും ഓരോരോ പ്രോജക്റ്റുകൾ ഓരോ മേഖലയിലും രൂപീകരിച്ചിട്ട് അതിന്റെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. അപ്പം പുതിയ കൗൺസിലർമാരാണ് മിക്കവാറും പണ്ടത്തവരുണ്ടാവും, അറിയാതിരിക്കും, എന്നാലും ഒന്നുകൂടി പറയാണ്. അപ്പം ഇത്തവണത്തെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇടുക്കി മുനിസിപ്പാലിറ്റിയിൽ കാർഷിക മേഖലയിൽ 9 പ്രോജക്റ്റുകളാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനെന്ന് പറയുന്നത് നമ്മൾ ഒരു സംശയം ഉള്ളതായിരിക്കും, നമ്മൾ ഒരാള് പല പദ്ധതികളിലും കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു അപേക്ഷ മതിയോ എന്നുള്ളത് കുറച്ച് ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ്. അങ്ങനെ ചെയ്താൽ പോരാ. അതായത് ഇപ്പം ഒരാള് നമുക്ക് 9 പ്രോജക്റ്റിൽ ഒരു 5 പ്രോജക്റ്റുകൾക്ക് ഒരാൾ അപേക്ഷ ഗ്രാമസഭയിൽ അപേക്ഷ തരുന്നുണ്ടെങ്കിൽ അവർ 5 അപേക്ഷ തന്നെയായിട്ട് തരണം. അതോടൊപ്പം തന്നെ അപേക്ഷയുടെ കൂടെ തന്നെ നിർബന്ധമായും തരേണ്ട സാധനങ്ങളാണ് ഒന്ന് ആധാർ കാർഡ്, അതേപോലെ തന്നെ കരടച്ച റെസീറ്റ്. അതായത് ഈ വർഷത്തെ 2026-27 വർഷത്തെ കരടച്ച റെസീറ്റ്. അതോടൊപ്പം തന്നെ ചിലത് നമുക്ക് അവരുടെ അക്കൗണ്ടിൽ, അതായത് കർഷകരുടെ അല്ലെങ്കിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്ന പദ്ധതികളുണ്ടാവും. അങ്ങനെയുള്ളതിൽ നമ്മൾ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി കൂടി നിർബന്ധമായിട്ട് കൊടുക്കണം. അത് നമുക്കൊന്ന് ക്ലിയർ ആവുന്ന തരത്തിലുള്ള അക്കൗണ്ട് നമ്പറൊക്കെ മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു കോപ്പി തന്നെ വേണം. കാരണം ഇപ്പൊ ആധാർ കാർഡ്, കരടച്ച റെസീറ്റ്, ബാങ്ക് പാസ്ബുക്ക് എല്ലാം വളരെ നിർബന്ധമാണ്. അപേക്ഷയോടുകൂടി വേണം എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. കൗൺസിലർമാർ അതൊന്ന് ശ്രദ്ധിച്ച് പൂർണ്ണമായിട്ടുള്ള അപേക്ഷകളൊന്ന് കൃഷിഭവനിൽ എത്തിക്കാനുള്ള ഒന്ന് ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമ്മൾ ഇത്തവണത്തെ ജനകീയാസൂത്രണ പദ്ധതികളെ കുറിച്ചിട്ട് പറയാം. 9 പദ്ധതികളാണുള്ളത്. ഒന്ന് നമുക്ക് നെൽകൃഷിക്ക് കൂലിച്ചെലവ് സബ്സിഡി എന്നുള്ളതാണ്. അതായത് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ പാട്ടത്തിനോ നമ്മൾ നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് കൂലിച്ചെലവ് സബ്സിഡി ആയിട്ട് ഹെക്ടറിന് 25,000 രൂപയാണ് കൊടുക്കുന്നത്. സൗജന്യമായിട്ട് വാഴത്തണ്ട് വിതരണം 34,000 തൈകൾ, അതോടൊപ്പം തന്നെ സൗജന്യമായിട്ട് മുരിങ്ങാത്തൈ വിതരണം. വേറൊന്ന് വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് ഭൂമിയുള്ള കർഷകർക്കാണ് നമ്മൾ ചട്ടിയും തൈയും കൊടുക്കുകയാണ്. അതായത് വളവും മണ്ണുള്ള ചട്ടി 75% സബ്സിഡിയിലാണ് കൊടുക്കുന്നത്. മൊത്തം 200 രൂപയാകുമ്പോൾ 50 രൂപ ഗുണഭോക്തൃ വീതമായിട്ട് അടക്കണം. മറ്റൊന്ന് കുമ്മായ വിതരണമാണ്. അത് 75% സബ്സിഡിയിൽ സെന്റിന് 2 കിലോ എന്നുള്ള തോതിൽ കുമ്മായ വിതരണം ഉണ്ട്. അങ്ങനെ 9 പ്രോജക്റ്റുകളാണ് ഇത്തവണയുള്ളത്. നെൽകൃഷിക്ക് കൂലിച്ചെലവ്, വാഴ കൃഷിക്ക് കൂലിച്ചെലവ്, പച്ചക്കറി കൃഷിക്ക് കൂലിച്ചെലവ്, പിന്നെ വന്യജീവി നിയന്ത്രണ ഭാഗങ്ങൾക്ക് 50% സബ്സിഡി, പാടശേഖരങ്ങൾക്ക് നെൽവിത്ത് വിതരണം, വാഴത്തണ്ട് വിതരണം, മുരിങ്ങാക്കായ് വിതരണം, പിന്നെ ചട്ടി, മൺചട്ടി, കുമ്മായ വിതരണം. ഇത്രയാണ് ജനകീയാസൂത്രണത്തിൽ വരുന്നത്. ഏത് അപേക്ഷകന്റെ പേരിലാണോ നമ്മൾ വെക്കുന്നത് അവരുടെ തന്നെ ഡോക്യുമെന്റ്സുകൾ, അതായത് അവരുടെ തന്നെ പേരിലുള്ള സ്ഥലവും അല്ലെങ്കിൽ അവരുടെ തന്നെ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവ വെക്കാൻ ശ്രദ്ധിക്കാം. ഭാര്യയുടെ പേരിൽ അപേക്ഷയും ഭർത്താവിന്റെ ആധാറും വരുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരും. അതിപ്പം സ്ഥലം ഇല്ലെങ്കിൽ നമ്മളനുസരിച്ചുള്ള പാട്ടക്കരാറും കാര്യങ്ങളും വെക്കാം. പക്ഷെ ഈ പാട്ടക്കരാർ വെക്കുന്നത് നമ്മൾ വളരെ ഹ്രസ്വകാല വിളകൾക്കാണെന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കണം. അതായത് ഇപ്പം നെല്ല്, വാഴ, പച്ചക്കറി പോലുള്ള സാധനങ്ങൾക്ക് മാത്രമേ നമുക്ക് പാട്ടക്കരാർ വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തെങ്ങ് പോലുള്ള സാധനങ്ങൾ നമ്മൾ പാട്ടക്കരാർ വെച്ചിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അത് നമ്മൾ അറിവിലേക്കായി മാത്രം പറഞ്ഞതാണ്. ഇപ്പൊ നെൽകൃഷിക്ക് കൂലിച്ചെലവ് സബ്സിഡിയാണ് ഒന്നാമത്. രണ്ടാമത് വാഴ കൃഷിക്ക് കൂലിച്ചെലവ് സബ്സിഡി. അത് ഒരു ഹെക്ടറിന് 30,000 രൂപയാണ് കൊടുക്കുന്നത്. പച്ചക്കറി കൃഷിക്ക് കൂലിച്ചെലവ് സബ്സിഡി ഒരു ഹെക്ടറിന് 22,000 രൂപ. ഈ കൂലിച്ചെലവ് സബ്സിഡിയുടെ 3 എണ്ണത്തിനും നമ്മൾ വിള ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിന്റെ അപേക്ഷയോടൊപ്പം ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി വെക്കാൻ പറഞ്ഞു വരുന്നത്. മറ്റൊന്ന് വന്യജീവി നിയന്ത്രണ മാർഗങ്ങൾക്ക് 50% സബ്സിഡി. പലപ്പോഴും പല ആൾക്കും ഒരു സംശയം ഉണ്ടാവും, അല്ലെ അതിൽ എന്തൊക്കെ വരുന്നുള്ളത്. അത് നമ്മൾ ഒരു എനിക്ക് തോന്നുന്നത് ഇത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ച ഒരു പ്രോജക്റ്റാണ്. ഇതിന്റെ റെസ്പോൺസ് നോക്കിയിട്ടായിരിക്കും ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഈ പദ്ധതി എത്രത്തോളം വിപുലീകരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമുക്കറിയാം സൗരോർജ്ജയിൽ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കർഷകർ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവി ആക്രമണം തന്നെയാണ്. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വിളവെടുക്കാൻ നോക്കുമ്പോൾ വിളവ് കിട്ടാത്തൊരവസ്ഥ.